നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലെ കളി പുരോഗമിക്കവേ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ കോച്ചിനോട് ചോദിക്കുന്നു, വേൾഡ് കപ്പിൽ ഇപ്പോൾ ഹോട്ട് ഫേവറിറ്റ്സ് ആരാണ്? അദ്ദേഹത്തിൻ്റെ മറുപടി, ഫ്രാൻസ് നന്നായി കളിക്കുന്നു, ഒപ്പം ബ്രസീലും മികച്ച പ്രകടനം നടത്തുന്നു. പിന്നെയും അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് ചില ടീമുകളുടെ പേരുകൾ കൂടി പറയുന്നുണ്ട്. നോക്കാം നമുക്ക് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്കലോനി പറഞ്ഞ കാര്യങ്ങൾ. ഇന്ന് കേപ്പ് വെർദെക്കെതിരെ അവർക്ക് കളിയുണ്ട്. പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ആ കളി. അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഈ വേൾഡ് കപ്പിലെ ഇപ്പോഴത്തെ ഫേവറിറ്റുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഐ തിങ്ക് ഫ്രാൻസ് ഈസ് പ്ലേയിങ് വെരി വെൽ റൈറ്റ് നൗ ആൻഡ് ബ്രസീൽ ടു. യെസ്, ഫ്രാൻസ് വളരെ മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ബ്രസീലും. ഞാൻ കണ്ടു മെക്സിക്കോ ഗ്രേറ്റ് മാച്ച് ഇക്കഡോറിനെതിരെ കളിക്കുന്നതും ഞാൻ കണ്ടു. കൊളംബിയയും വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട്, സ്പെയിനും നന്നായി കളിക്കുന്നുണ്ട് ഓഫ് കോഴ്സ്. അപ്പോൾ ഈ ടീമുകളാണ് വളരെ ശക്തമായിട്ട് പോരാടുന്ന ഫേവറിറ്റുകളുടെ കൂട്ടത്തിലുള്ളത്. പക്ഷെ ഒബ്വിയസ്ലി ഫ്രാൻസ് ഈസ് ഡൂയിങ് ഈസ് സംതിങ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട്. നമ്മൾ നോക്കി കാണേണ്ട, നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രകടനം ഫ്രാൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ കോച്ച് പറയുന്നു. ഏതായാലും വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ വളരെ ഈവൺ ആയിട്ടുള്ള മത്സരങ്ങളാണ് വേൾഡ് കപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഫ്രാൻസും മെക്സിക്കോയും അങ്ങനെയല്ല. അവരുടെ പ്രകടനങ്ങൾ വളരെ ആധികാരികമായിട്ടാണ് പോകുന്നത്. മറ്റ് കളികൾ വളരെ ക്ലോസ് ആണ്. അപ്പോൾ ഒട്ടും എളുപ്പമല്ല വേൾഡ് കപ്പിലെ മത്സരങ്ങൾ എന്നുകൂടി കോച്ച് ലയണൽ സ്കലോനി പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കേപ്പ് വെർദെയാണ് ഈ മത്സരത്തിൽ അവരുടെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത്. ആ കേപ്പ് വെർദെ വളരെ ശക്തമായൊരു ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് വന്നൊരു ടീമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കോച്ച് പറയുന്നത്, അവർ ഒരു കളി പോലും തോൽക്കാതെ വരുന്ന ടീമാണ്. ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യക്കെതിരെ അവർ വിജയം അർഹിച്ചിരുന്നതുമാണ്. അവർ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ബോളുകൾ വളരെ മികച്ച രൂപത്തിൽ എതിരാളികളിൽ നിന്ന് തട്ടിയെടുക്കുന്നു. അവരുടെ കൗണ്ടർ അറ്റാക്ക് വളരെ മികച്ചതാണ്. ടെക്നിക്കലി ഗിഫ്റ്റഡ് പ്ലെയേഴ്സാണ് കേപ്പ് വെർദെക്കുള്ളത്. അവരൊരു നല്ല ടീമാണ്. സോ ഞങ്ങൾ അവരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ പൊട്ടൻഷ്യൽ ഓപ്പണൻസ് ആയിട്ട് അവർ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ അവർ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇൻ ദി എൻഡ് അവർ മുന്നോട്ട് കയറി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ മുന്നോട്ടുള്ള വരവിൽ ഒരു അത്ഭുതവുമില്ല. അവർ ഇവിടെ ബൈ ചാൻസിലെത്തിപ്പെട്ടതല്ല, മികവ് കാണിച്ചുകൊണ്ട് തന്നെ എത്തിയതാണ്. ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാച്ചുറലി ഏതൊരു മത്സരത്തിന് മുമ്പും എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഓപ്പണൻസിൻ്റെ കാര്യങ്ങളും ഞങ്ങൾ വളരെ മികച്ച രൂപത്തിൽ നോക്കിയിട്ടുണ്ട്. നല്ല റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് കളിക്കാൻ ഇറങ്ങുന്നത്. മാർജിൻ ഫോർ എറർ എന്ന് പറഞ്ഞാൽ ഈ നോക്കൗട്ട് സ്റ്റേജിലൊക്കെ വരുമ്പോൾ അത് വളരെ വളരെ നാരോയിങ് ആണ്. ഈ മാച്ച് തോൽക്കുന്ന ടീം നാട്ടിലേക്ക് മടങ്ങുന്ന മാച്ചാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുകൂടി കോച്ച് പറയുന്നു. എന്തായാലും ചെറിയ ഒരു ടീമിനെതിരെയാണ് കളി, എന്നാൽ പോലും അങ്ങനെയല്ല എടുക്കുന്നത്. വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജ് മത്സരമാണ്, അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ കളിക്കാൻ ഇറങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.